ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അനിമ. പിന്നെ മഴയൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും സേഫ് ആണോ? ഇവിടെ ഇന്നലെ വെള്ളിയാഴ്ച കളക്ടർ അവധിയൊക്കെ കൊടുത്തേക്കായിരുന്നു. അത്രയ്ക്ക് ഭീകര മഴയായിരുന്നു. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം. പിന്നെ ഇപ്രാവശ്യം അധികം പൂക്കളൊന്നും കാണാനില്ല കേട്ടാ. വളരെ കുറച്ച് പൂക്കളേ ഉള്ളൂ. പൂവിടുന്നുണ്ട്, പക്ഷെ എന്താ പറയേണ്ടത്, ഒട്ടും അങ്ങടെ ഇവിടെ താഴേക്ക് വെച്ചേക്കണത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓർഗൻസീന്നൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കണത് പലതും മുട്ടിടുന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെയുള്ള അവസ്ഥയിലൊക്കെയാണ്. അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം. ഞാൻ കുറച്ച് കട്ടിങ്സ് ഒക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. നാടൻ്റെയും പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ ഹൈബ്രിഡ് വെറൈറ്റിയുടെയും പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു നാടനാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതും നാടനാണ്. പക്ഷെ ഇതൊക്കെ ഇപ്പം നല്ല വളർച്ചയെത്തി, എന്താ പറയേണ്ടത്, നല്ല നല്ല രീതിയിൽ പൂവിടുന്ന ചെടിയാണ് കേട്ടോ. നല്ല വിത്ത് മുളച്ച പോലെ തന്നെ നല്ല വലിയ പ്ലാന്റ്സ് ആണ്. ഇത് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയിലാണ്, പക്ഷെ ഇതേവരെയായിട്ട് പൂവിട്ടിട്ടില്ല കേട്ടോ. ഒരു 6 മാസത്തിനൊക്കെ മേലെ ആയിട്ടുണ്ട്. ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒരു പരീക്ഷണം ഞാൻ നടത്തിയത്. പക്ഷെ പൂവിട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഗ്രാഫ്റ്റിംഗ് തന്നെയാണ് നല്ലത്, പെട്ടെന്ന് പൂവിടാനായിട്ട്. ഇതും വേറെ ഒരു കട്ടിങ്സ് പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോ ഈ രീതിയിൽ പൂവിടുകയൊക്കെ ചെയ്യും, അതുപോലെ തന്നെ സീഡ്സ് ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിന്റെ കോഡക്സ് ഞാനൊന്ന് കാണിച്ചു തരട്ടെ. ഇതാണ് കേട്ടോ അതിന്റെ കോഡക്സ്. നിങ്ങൾക്ക് മനസ്സിലാവണ്ട എന്ത് മാത്രം വലുതാണെന്നുള്ളത്. നല്ല വലിയ കോഡക്സ് ആയിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു നല്ല ഒരു വിത്ത് മുളച്ച ഒരു ഡബിൾ പെറ്റൽ അടീനിയാണ്, അതും കൂടെ പോകുന്നു. അപ്പൊ ഇതിന്റെ കോഡക്സിന്റെ വലുപ്പം കണ്ട. ഇത് കട്ടിങ്സ് പിടിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് റൂട്ട് ട്രെയിനിങ്ങിനൊക്കെ നമ്മള് ഇത് ഇവിടെ താഴെ കട്ട് ചെയ്തിട്ട് ഒരു തെർമോക്കോളൊക്കെ വെച്ച് റൂട്ട് ട്രെയിനിങ് ചെയ്യില്ലേ, അതിനൊക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ഇപ്പൊ മഴ ആയതുകൊണ്ടാണ്. എന്താ ഇതിന്റെ റൂട്ട്സ് വന്നേക്കണം നോക്കി. അപ്പൊ ഇതൊരു സാധാ നല്ല വിത്ത് മുളച്ച അടീനിയം പോലെ തന്നെ ആയിട്ടുണ്ട്. ഇത് പക്ഷെ കുറച്ച് വർഷങ്ങൾ വേണ്ടി വന്നിട്ടാ ഈ രൂപത്തിലാവാനായിട്ട്. അല്ലാതെ ഒരു വർഷം കൊണ്ടൊന്നും അല്ല, എനിക്ക് തോന്നുന്നു 2-2.5 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് ഇത്രയും വലുതായിരിക്കുന്നത്. പിന്നെ ഞാനൊരു വേറെ സൂത്രം കാണിച്ചു തരാം. അതായത് കണ്ട, ഇതൊരു കുഞ്ഞി പ്ലാന്റ് ആണ് കേട്ടോ. വിത്ത് മുളച്ചതാണ്. അപ്പൊ അതിൽ സീഡ് ഉണ്ടായേക്കണ എന്താ. ഇത് പക്ഷെ അത്ര വലിയ ഹെൽത്തി സീഡ് പോഡൊന്നും അല്ല കേട്ടാ. ചിലപ്പോഴേ മുളക്കുള്ളൂ. മിക്കവാറും പിങ്കും വൈറ്റും സൈഡൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ഇത് ആദ്യമായിട്ട് പൂവിട്ടതാണ്, അതിൽ തന്നെ സീഡ് ഉണ്ടാവുകയും. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ചുരുക്കിക്കോട്ടെ. ഇത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്തതാണ് കേട്ടോ. കാരണം മഴ കാരണം എനിക്കൊരു ഷോർട്സ് പോലും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.